അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലുള്ള ചില സൂറത്തുകൾക്കും പരിശുദ്ധ ഖുർആനിലുള്ള ചില ആയത്തുകൾക്കും വലിയ വലിയ പ്രത്യേകതകളും ബഹുമാനങ്ങളും ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, അയ്യു സൂറത്തിൽ ഖുർആനി അഅ്ലമു, അള്ളാഹുവിൻ്റെ റസൂലെ, ഖുർആൻ്റെ സൂറത്തിൽ നിന്ന് ഏറ്റവും ഗംഭീരമായ ബഹുമാനമുള്ള സൂറത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്ത് അടങ്ങുന്ന സൂറത്താണ്. അപ്പോൾ ആ വന്ന വ്യക്തി ചോദിച്ചു, ഫഅയ്യു ആയത്തിൻ ഫിൽ ഖുർആനി അഅ്ലമു, എന്നാൽ പരിശുദ്ധ ഖുർആനിലുള്ള ഏറ്റവും വലിയ ബഹുമാനമുള്ള പ്രതിഫലമുള്ള ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു, ആയത്തുൽ കുർസിയാണ് എന്ന് പറഞ്ഞു. അഥവാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അയ്യു ആയത്തിൻ യാ നബി അല്ലാഹ് തുഹിബ്ബു അൻ തുസീബക വ ഉമ്മത്തക, തങ്ങൾക്കും തങ്ങളുടെ ഉമ്മത്തിനും നല്ലതിനെ കൊണ്ടുവരലിനെ ഇഷ്ടപ്പെടുന്ന ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖാത്തിമത്തു സൂറത്തിൽ ബഖറ സൂറത്തിൻ്റെ അവസാന ആയത്താണ് എന്ന് പറഞ്ഞു. ആ നീണ്ടു കിടക്കുന്ന ആയത്ത് ആമനർ റസൂൽ ബിമാ ഉൻസില ഇലൈഹി മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള ആയത്ത്. ഫൈന്നഹ മിൻ ഖസായിനി റഹ്മത്തില്ലാഹി മിൻ തഹത്തി അർഷിഹി, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ താഴ്വരയിലൂടെ അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകുന്ന റഹ്മത്ത്, ആ റഹ്മത്തിൻ്റെ ഖജാനകളിൽപ്പെട്ടതാണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത് എന്നാണ്. എൻ്റെ ഉമ്മത്തിനിക്ക് ആ സൂറത്ത് ദുന്യാവിൽ അതുപോലെ തന്നെ ആഖിറത്തിലും ഉള്ള ഒരു നന്മയെയും ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല. ആ എല്ലാ നന്മകളും ഈ സൂറത്തിൽ അടങ്ങുന്നുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിത്യമാക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.